85 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്ക് സൂചിപ്പിക്കുന്നത്. 85 സീറ്റിൽ ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡുമായി JDUവുമായി നിതീഷ് കുമാറിന്റെ പാർട്ടിയുമായി 10 സീറ്റിന്റെ വ്യത്യാസമുണ്ട്. മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് അത് BJP ഉറപ്പിക്കുമെന്ന ട്രെൻഡ് തുടരുന്നു. 85-ാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. JDU 75 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. RJD 36ആയി 36-ത്തെ ലീഡിലേക്ക് RJD ചുരുങ്ങിയിരിക്കുന്നു. മാത്രമല്ല തേജസ്വി യാദവ് പാർട്ടി നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോഴും പിന്നിലാണ് രാഘവ്പൂരിൽ എന്ന വാർത്തയാണ്. ലാലു പ്രസാദ് ഫാമിലിയുടെ ശക്തി കേന്ദ്രമായിരുന്ന, ഒരിക്കൽ അടിപതറിയെങ്കിലും ശക്തി കേന്ദ്രമായിരുന്ന രാഘവ്പൂരിൽ ഇപ്പോഴും 3000-ൽ പരം വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അതേസമയം ചിരാഗ് പാസ്വാൻ മെച്ചപ്പെട്ട പ്രകടനം, അഭൂതപൂർവമായ ഒരു പ്രകടനം, 22 ഇടത്ത് ലീഡ് ചെയ്യുകയാണ് LJP ചിരാഗ് പാസ്വാന്റെ പാർട്ടി. അമോർ മണ്ഡലത്തിന്റെ കാര്യം നമ്മളൊന്ന് പരിശോധിച്ചാൽ അക്തറുൽ ഇമാൻ AIMIMന്റെ അക്തറുൽ ഇമാൻ 22,168 വോട്ട് നേടുമ്പോൾ കോൺഗ്രസിന്റെ അബ്ദുൾ ജലീൽ മസ്താൻ 8,914 വോട്ടേ നേടുന്നുള്ളൂ. മുസ്ലിം വോട്ട് എങ്ങോട്ട് പോയി എന്നതിന്റെ സൂചന അതിൽ വളരെ പ്രസക്തമാണ്. AIMIMന്റെ സ്ഥാനാർത്ഥിക്ക് 22,168 വോട്ടുള്ളപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 8,914 വോട്ടേ ഉള്ളൂ. അതായത് മുസ്ലിം സമുദായത്തെ മഹാഗഠബന്ധൻ അവഗണിച്ചു എന്ന വാദം വലിയ തോതിൽ സീമാഞ്ചൽ മേഖലയിൽ വോട്ട് സ്പ്ലിറ്റിന് ഇടയാക്കിയിട്ടുണ്ട്. വോട്ട് കട്ടർ എന്നുള്ളതിനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു AIMIMന് എന്നുള്ളതിന്റെ സൂചന അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ മുസ്ലിം വോട്ടുകൾ കൂടി കോൺഗ്രസിനെ അല്ലെങ്കിൽ മഹാഗഠബന്ധനെ തിരസ്കരിച്ചത് ഈ പരാജയത്തിന്റെ ആക്കം വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പരാജയം ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. AIMIM 3 സീറ്റുകളിൽ ബീഹാറിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീമാഞ്ചൽ മേഖലയിൽ വലിയ തിരിച്ചടി മഹാഗഠബന്ധൻ ഉണ്ടാക്കിയതിന്റെ ഒരു കാരണം, അതിലെ ഒരു ഘടകം എന്ന് പറയുന്നത് AIMIMന്റെ അവരുടെ മുന്നണിയുടെ പ്രകടനമാണ്. GDA ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസ് രൂപീകരിച്ചുകൊണ്ടാണ് AIMIMും ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും സ്വാമി പ്രസാദ് മൗര്യയുടെ അപ്ന ജനതാ പാർട്ടിയും മത്സരിച്ചത്. ഇത് കോൺഗ്രസിനെ അല്ലെങ്കിൽ മഹാഗഠബന്ധന്റെ സാധ്യതകളെ സീമാഞ്ചൽ മേഖലയിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് തകർന്നടിയാനായി ഇത്തവണ മഹാഗഠബന്ധന്റെ വിധി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ മേഖലയിലെ വലിയ പ്രതിസന്ധി, ജോലിക്കായുള്ള കുടിയേറ്റങ്ങൾ, പലായനങ്ങൾ, നാടുവിടൽ, അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ ഇതാ നിതീഷ് കുമാറിന് അനുകൂലമായ ജനവിധി. ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ ഒരു ക്ലീൻ സ്വീപ്പാണ് സംസ്ഥാനമാകെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. ഒരു റീജിയണിലും പ്രത്യേകമായി ഒരു നേട്ടമുണ്ടാക്കാൻ മഹാഗഠബന്ധന് കഴിയാതെ പോയി. 51 മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതേസമയം നിതീഷ് കുമാർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. JDU 75 സീറ്റുകളിലും 85 BJPയും മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്തുമ്പോൾ സ്ത്രീ വോട്ടർമാർ കൂട്ടമായി വോട്ട് ചെയ്യാനെത്തിയത് അത് നിതീഷിന് അനുകൂലമായ വികാരമായിരുന്നു എന്നത് കൂടുതൽ വ്യക്തമാകുന്നു. നേരത്തെ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമൊക്കെ പരീക്ഷിച്ച സ്ത്രീകളുടെ കൈകളിലേക്ക് നേരിട്ട് ക്ഷേമം എന്ന പരീക്ഷണം അത് വിജയകരമായി പൂർത്തീകരിക്കാൻ ബീഹാറിൽ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്നു. യുവതലമുറ ജംഗിൾ രാജ് അല്പമെങ്കിലും ശമിച്ചു എന്ന വികാരത്തിലേക്ക് എത്തുന്നു എന്ന വിലയിരുത്തലുകൾ വരുന്നു. ബീഹാറിൽ മാറ്റം വരുന്നു എന്ന തോന്നൽ വരുന്നു. വളരെ ഫലപ്രദമായി അവിടുത്തെ സമുദായ സമവാക്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലുകൾ വരുന്നു. മാറിയ സാഹചര്യത്തിന് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം അത്തരം ഒരു പാറ്റേൺ പരീക്ഷിക്കപ്പെടുന്നു, അതും വിജയിക്കപ്പെടുകയാണ്. ബീഹാറിൽ നിതീഷ് കുമാർ തുടരും. തുടർച്ചയായ 20 വർഷം, അതിൽ ചെറിയൊരു ബ്രേക്ക് 2014 ഒരു വർഷത്തെ ചെറിയൊരു ബ്രേക്ക്, ജിതിൻ റാം മഞ്ചി മുഖ്യമന്ത്രിയാകുന്ന ഘട്ടം ഒഴിച്ചാൽ തുടർച്ചയായി 20 വർഷം ഇതാ തുടർച്ചയായി വീണ്ടും ഒരു 5 വർഷത്തേക്കൂടെയുള്ള മാൻഡേറ്റ് ജനങ്ങൾ, ക്ലിയർ കട്ട് മാൻഡേറ്റ് ജനങ്ങൾ നൽകുകയാണ്. ബീഹാറിൽ NDAയുടെ ഭരണമാണ് തുടരാൻ പോകുന്നത്. 15 വർഷക്കാലത്തെ ലാലു പ്രസാദ് ഭരണത്തിന്റെ കുപ്രസിദ്ധി ഇപ്പോഴും മാറിയിട്ടില്ല. മാറിയ കാലത്തെ മാറിയ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ മഹാഗഠബന്ധന് കഴിയാതെ പോയി എന്ന വിലയിരുത്തലുകൾ ഉൾപ്പെടെ ഈ മണിക്കൂറിൽ വരികയാണ്. ഇനി റൗണ്ടുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും 8 റൗണ്ട് വരെയാണ് ഇപ്പോൾ എണ്ണിയിരിക്കുന്നത് എന്നാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മിക്ക മണ്ഡലങ്ങളിലും 21 മുതൽ 28 റൗണ്ട് വരെയൊക്കെയാണ് പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ളത്. പക്ഷേ ഇതൊരു ട്രെൻഡാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ട്രെൻഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ പരിശോധിച്ച പട്ടികയിൽ 90% അധികം സീറ്റുകളിലും NDA മുന്നണി ലീഡ് ചെയ്യുന്നത് വളരെ ക്ലിയർ കട്ട് മെജോറിറ്റിയിലാണ്. 5000-ന് പുറത്തും മറ്റുമാണ് ലീഡ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമാകുന്നു. നോക്കൂ, 10 സീറ്റിന്റെ അഡ്വാൻറ്റേജ് JDUവിനേക്കാൾ ഇപ്പോൾ BJPക്കുണ്ട്. NDA മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി BJPയാണ്. 101 സീറ്റിൽ മത്സരിച്ച BJP 85 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. JDU 101 സീറ്റിൽ മത്സരിച്ച JDU 75 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, രതീഷ്, മഹാഗഠബന്ധനിലെ രണ്ടാമത്തെ പാർട്ടിയായി ഇപ്പോൾ CPIML ലിബറേഷൻ വന്നിരിക്കുന്നു. മഹാഗഠബന്ധനിൽ ഏറ്റവും കൂടുതൽ
സീറ്റുകളുള്ള പാർട്ടി നിശ്ചയമായും RJD ആണ്. 135 സീറ്റിൽ മത്സരിച്ച RJD 36 സീറ്റിൽ വിജയിക്കുന്നു.